ഹലോ ഹലോ വിവാൻ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വിമ്പിൾ അക്കാദമിയുടെ കീഴിലായിട്ട് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, സ്കിൽ ഡെവലപ്മെന്റ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് മേഖലകളിൽ കൂടി നമ്മൾ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്ലുവൻസിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്നൊരു വെബിനാർ നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു തുടർച്ചയായിട്ട് ഉച്ചയ്ക്ക് കുറച്ചുകൂടി ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ഉള്ള ഒരു വെബിനാർ നമ്മൾ വീണ്ടും സംഘടിപ്പിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ അറിവോ കഴിവോ ഒക്കെ ഉള്ള ആളുകളാണ്. പക്ഷെ പലപ്പോഴും നമ്മളുടെ ഒരു അറിവും നോളജും ഒക്കെ നമുക്ക് മാക്സിമം മലയാളികളായിട്ടുള്ള ആളുകളിൽ മാത്രമാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഒരു നിശ്ചിത എണ്ണം ആളുകളെ മാത്രമേ നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത്, റോബോട്ടിക്സിന്റെ കാലത്ത് നമ്മൾക്ക് ഒരുപാട് സാധ്യതകൾ, നമ്മുടെ സാധ്യതകൾ അനന്തമാണ് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരു ട്യൂഷൻ സെന്റർ തുടങ്ങി കഴിഞ്ഞാൽ ആ ട്യൂഷൻ സെന്ററിലേക്ക് എത്തുന്ന ആ കുട്ടികളുടെ എണ്ണം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മാക്സിമം പോയാൽ എത്ര കുട്ടികൾ എത്തും എന്നുള്ളത്, അല്ലെ? അതിനേക്കാൾ അപ്പുറത്ത് വരില്ല. എന്നാൽ ഒരു ഓൺലൈൻ ട്യൂഷൻ സെന്ററിൽ എത്താവുന്ന കുട്ടികളുടെ എണ്ണം, മലയാളികളായിട്ടുള്ള കുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോകത്ത് എവിടെയൊക്കെ മലയാളികളായിട്ടുള്ള കുട്ടികളുണ്ടോ അവരെ എല്ലാം കൊണ്ടുവരാം എന്നുള്ളതാണ്, അല്ലെ? ഇനി മലയാളികൾ എന്നുള്ളതിനെ, ആ ഒരു കോൺസെപ്റ്റിനെ മാറ്റിയിട്ട് നമ്മളെ ടാർഗറ്റ് ഓഡിയൻസ് എന്നുള്ളത് ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾ എന്ന് പറയുന്ന സമയത്ത് അവിടെ അതിനേക്കാൾ കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പൊ ഇതേപോലെ നമ്മളൊരു കൗൺസിലർ ആണെങ്കിൽ നമുക്ക് മലയാളി കൗൺസിലേഴ്സ് അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള ആളുകളെ മാത്രമേ നമ്മൾ കൗൺസിലിംഗ് ചെയ്യൂ, അതിന് ക്ലാസ് കൊടുക്കൂ എന്നതിനേക്കാൾ അപ്പുറത്ത് നമുക്ക് ഒരു ഇന്റർനാഷണൽ ലെവലിൽ നമുക്ക് ആരെടുത്ത് നമുക്ക് സംസാരിക്കണമെങ്കിലും ഇടപെടണമെങ്കിലും ഒക്കെ ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജ് എന്നുള്ള രൂപത്തിൽ തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഇംഗ്ലീഷ് സ്വായത്തമാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് മനോഹരമാക്കുക, അതിന് ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ബൈ പ്രാക്ടീസ് തീർച്ചയായിട്ടും നമുക്ക് എന്ത് സ്കില്ലും നമുക്ക് നേടിയെടുക്കാൻ പറ്റും, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ ശ്രമിക്കുന്നില്ല. അതല്ലെങ്കിൽ നമ്മൾ അത് നീട്ടി വെക്കുകയോ അതല്ലെങ്കിൽ ഒരു കറക്റ്റ് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു മെന്ററെ നമുക്ക് ലഭിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്കത് നേടിയെടുക്കാൻ പറ്റാതാകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇംഗ്ലീഷ്, ഞാൻ കഴിഞ്ഞ ഇംഗ്ലീഷിന്റെ വെബിനാറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വിംബിൾ അക്കാദമിയുടെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ വെബിനാറുകൾ എടുക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോ എല്ലാവരും പറയാവുന്നത് പോലെ തന്നെ വിംബിൾ അക്കാദമിയുടെ കീഴിൽ കുറേ വെബിനാറുകൾ, മലയാളത്തിലുള്ള വെബിനാറുകൾ ഇങ്ങനെ ദിനേന ഒന്ന് രാത്രിയുണ്ട്, സൈക്കോതെറാപ്പിയുടെ ഉണ്ട്, നാളെയുണ്ട്, മറ്റന്നാളുണ്ട്. ഓരോ ദിവസവും നമ്മൾ ഫ്രീ വെബിനാർ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. മലയാളികൾക്കാണ്, മലയാളത്തിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഇനി നമ്മൾ ഇംഗ്ലീഷിൽ കൂടി വെബിനാറുകൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ അതിന് നമ്മൾ പുറത്തുനിന്ന് ആളെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്ലാറ്റ്ഫോമിലുള്ള നന്നായിട്ട് അറിവുള്ള കഴിവുള്ള ആളുകളായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടിയിട്ട് വില്ലിങ് ആയി, നമ്മൾ അതിന് ഏബിളായി, നമ്മൾ ഇംഗ്ലീഷിൽ സൈക്കോതെറാപ്പി ക്ലാസ്സുകളും കൗൺസിലിംഗ് ക്ലാസ്സുകളും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകളും ഒക്കെ എടുക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ തന്നെ മാറുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവരും ഇത്തരത്തിൽ ഇംഗ്ലീഷിൽ ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു കാലത്തെ നമ്മൾ പിന്നെ ലക്ഷ്യം വെക്കുകയാണ്. അപ്പൊ അതിലേക്ക് നമ്മളെല്ലാവരും സജീവമായി തന്നെ മുന്നോട്ട് വരിക. അപ്പൊ ഇന്ന് നമ്മളിവിടെ ഈ ഒരു സെഷൻ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് സന്ധ്യ മാം ആണ്. സന്ധ്യ മാം ഒരു ഇംഗ്ലീഷ് ട്രെയിനറാണ്, മോണ്ടിസോറി ടീച്ചറാണ്, IELTS ലാംഗ്വേജ് ഇന്റർമീഡിയറ്റ് ആണ്. അപ്പം മാം ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളോട് ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ മാം എന്തെങ്കിലും സംശയങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ മാമിനോട് ചോദിക്കാം. അതേപോലെ തന്നെ ഇൻ ഫ്യൂച്ചർ നമ്മൾ മാമിനെ വെച്ചുകൊണ്ടൊരു ഇംഗ്ലീഷ് ട്രെയിനിങ് കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ തന്നെ മാമിനോട് ഞാൻ പറഞ്ഞിട്ടുള്ളത്, നമുക്ക് അത്തരം ട്രെയിനിങ്ങുകൾ കഴിഞ്ഞു പോവുക എന്നുള്ളത്, വെറുതെ ഇങ്ങനെ ഒരു ക്ലാസ് കൊടുക്കുക പോവുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി,
നമ്മളുടെ ഒരു വിംബിൾ അക്കാദമിയിൽ പ്രൊഫഷണൽ ട്രെയിനിങ് ആയിക്കഴിഞ്ഞാൽ അങ്ങനെ തുടങ്ങി ഏത് പ്ലാറ്റ്ഫോമിൽ ആയിക്കഴിഞ്ഞാലും നമുക്കറിയാം നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക എന്നുള്ളതാണ്. വെറുതെ പഠിപ്പിച്ചു വിടുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ എന്താണ് പ്രൊഫഷണൽ ട്രെയിനിങ് കഴിഞ്ഞ ആളുകൾക്ക് നമുക്ക് ക്ലാസ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. മോർണിംഗ് സർക്കിൾ നമുക്കറിയാം 5:30 AM നമുക്ക് ഡെയിലി സെഷൻസ് നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ലേണിംഗ് ഡിസബിലിറ്റി കഴിഞ്ഞ ആളുകളാണെങ്കിൽ അവർക്ക് ക്യാമ്പുകളിൽ ഫിസിക്കലി ഓഫ്ലൈനിൽ പങ്കെടുക്കാൻ അവസരം, ഓൺലൈനിലൊക്കെ റെമഡിയേഷൻ ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ മാത്രമല്ല നമ്മളെ ഒരു എൻറ്റയർ ടീം നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു വലിയ രൂപത്തിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ആ രൂപത്തിലുള്ള ഒരു നീക്കമായിരിക്കും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. അപ്പോ പറഞ്ഞതുപോലെ തന്നെ ഒരു റിസൾട്ട് ആസ് എ സ്പോക്കൺ നമ്മൾ ചേർന്നതിന് ശേഷം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നുള്ള രൂപത്തിൽ നമ്മളത് ചെയ്തതിന് ശേഷം ഇംഗ്ലീഷിൽ നമ്മൾ വെബിനാറുകൾ അത്തരം ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുത്ത് എല്ലാവരുടെയും സഹകരണത്തോടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു വെബിനാറിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ പാർട്ടിസിപ്പൻസിനും വളരെ സന്തോഷവും സ്നേഹവും അറിയിക്കുകയാണ്. ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സന്ധ്യ മാമിനെ വളരെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫൈസൽ സാർ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. ബിക്കോസ് ഈ ഒരു പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു അക്കാഡമി, വിംബിൾ അക്കാഡമിയുടെ ഒരു ഭാഗമാവാൻ കഴിയാന്ന് പറയുന്നത് സോ ഗ്ലാഡ് ടു ബി ഹിയർ. ആൻഡ് നമ്മൾ വിംബിൾ അക്കാഡമി മുന്നോട്ട് വെക്കുന്ന ഓരോ കാര്യങ്ങളും, ഇപ്പോൾ സൈക്കോതെറാപ്പി കോഴ്സുകളായിക്കോട്ടെ, എല്ലാം നമുക്ക് പുതിയ പുതിയ അറിവുകളും അതുപോലെ തന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ നമുക്ക്, ഞാനിപ്പോൾ കുറേ അക്കാഡമീസുമായിട്ട് പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എങ്ങനെയാണ് അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്, ആഫ്റ്റർ നമ്മളൊരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. ബട്ട് ഇവിടെ ഒരു കോഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും നമ്മൾ ഇവിടെ തന്നെയാണ്, നമ്മളുടെ എല്ലാ കഴിവുകളും നമുക്ക് ഇവിടെ തന്നെ നമുക്ക് എന്താ പറയാ ഇംപ്ലിമെന്റ് ചെയ്യാം. നമുക്ക് അതിനുള്ള ഒരു അവസരം, അതിനുള്ള ഒരു പ്രയോറിറ്റി നമുക്ക് ഇവിടെ തരുന്നുണ്ട്. സോ അങ്ങനെയുള്ള ഒരു വിംബിൾ അക്കാഡമിന്റെ ഒരു ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. സോ വൺസ് അഗെയിൻ താങ്ക് യു ഫൈസൽ സാർ. സോ നമുക്ക് നമ്മുടെ സെഷൻ തുടങ്ങാമെന്ന് വിചാരിക്കണം. ആൻഡ് എല്ലാവരും ഞാൻ ഈ ഒരു വെബിനാറിലേക്ക് വളരെ സന്തോഷത്തോടെ വെൽക്കം ചെയ്യാണ്. ആൻഡ് എനിക്ക് ഇതൊരു സെക്കൻഡ് വെബിനാറാണ്. ആൻഡ് ഫസ്റ്റ് ഒരു 8 o'clock ഒരു വെബിനാർ നമ്മൾ വെച്ചിരുന്നു. പിന്നെ അതിൽ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് ആണ് നമുക്കൊരു ഡേ സെഷൻ കൂടെ വെക്കാന്ന് സാർ പറഞ്ഞത്. സോ എല്ലാവർക്കും ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? എല്ലാവരും ഫുഡ് കഴിച്ചോ? ഓക്കെ. അപ്പൊ നമ്മളൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് ഇതൊരു കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ എന്തെങ്കിലും എഴുതിയെടുത്ത് ബൈഹാർട്ട് ചെയ്യാന്നുള്ളതല്ല, നമ്മൾ സംസാരിക്കാനാണ് പഠിക്കുന്നത്. സോ നമ്മുടെ കോഴ്സും അതുപോലെ തന്നെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നതും ആ തരത്തിൽ തന്നെയാണ്. അപ്പൊ നിങ്ങളൊരു 2 month കോഴ്സ് നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാലും അതിൽ ഒരു ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം ഗ്രാമർ സെഷൻസ് എല്ലാം നമ്മൾ കവർ ചെയ്തതിന് ശേഷം നമ്മൾ എങ്ങനെ നമ്മൾ ഈ പഠിച്ച എല്ലാ കാര്യങ്ങളും നമ്മളൊരു ലാംഗ്വേജിലേക്ക് എങ്ങനെ ഉൾപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇതിവിടെ തീരുന്നില്ല എന്നുള്ളതാണ്. ഒരു 2 month കോഴ്സിൽ നമ്മളൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി എടുത്തതിന് ശേഷം നമ്മൾ സ്പീക്കിംഗ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് ഫർദർ ആയിട്ട് നമുക്ക് ഉണ്ടാവും. അപ്പോ ഈ ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഞാൻ ഈ ക്ലാസ്സിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ കോഴ്സിൽ നമുക്ക് ഉൾപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഡിസ്കഷൻ നമുക്കാവാം. ബിക്കോസ് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കോഴ്സ്, ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് ആണെന്നുണ്ടെങ്കിലും ഒരു കോഴ്സ് അവർ ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഓൾറെഡി. നമ്മൾ അവിടെ ചെല്ലുന്നു, അത് പഠിക്കുന്നു, നമ്മൾ പോരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഉദ്ദേശിക്കുന്നത് അതല്ല. നമ്മുടെ ഈ കോഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണോ നമുക്ക് വേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ ഒരു 10 പേരുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഈ 10 പേർക്കും 10 തരത്തിലുള്ള ഇംഗ്ലീഷ് ലെവലായിരിക്കും.
അല്ലെ? അപ്പൊ ഇത് വളരെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ ക്ലാസ്സിൽ ഒരു 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 കംഫർട്ടബിൾ ഒരു ഫീൽ ചെയ്യില്ല. അത് ബാക്കിയുള്ളവർക്ക് നന്നായിട്ട് അറിയോ, എനിക്കാണോ അറിയാത്തെ എന്നുള്ള തരത്തിലുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഏതൊരു ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സുകളാണെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സിനെക്കാട്ടിലും ഏറ്റവും ബെനിഫിറ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓൺലൈൻ ക്ലാസ്സുകളാണ്. എന്ന് വെച്ചാൽ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഈ ഒരു ഓൺലൈൻ ക്ലാസ്സുകളിലാണ്. അപ്പൊ അത്രയും ബേസിക് ആയിട്ട് അറിയാത്തവരാണെങ്കിൽ പോലും അവർക്ക് നമുക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ട് നമുക്ക് പറയാം, നമ്മുടെ പ്രോബ്ലംസ് എന്താണെന്നുള്ളത് പറയാം. ഓക്കെ, അപ്പോ നമുക്ക് അവർക്കൊരു സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കുകയും അവരെ കൂടെ ഈ പറഞ്ഞ പോലെ ചിലപ്പോ അവര് കുറെ എന്താ പറയുക, ഇപ്പൊ വീട്ടമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവര് കുറെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടാവും. പഠിച്ച് കുറെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടാവും. കുട്ടികൾ ഫാമിലി എന്നൊക്കെ കഴിഞ്ഞ് പുതിയതായിട്ട് പഠിക്കാൻ വരുന്നവരായിരിക്കും. അപ്പൊ അവർക്കൊരു എന്താ പറയണ്ടേ, ഒരു ഒരു കംഫർട്ടബിൾ ആയിരിക്കില്ല നമ്മുടെ ക്ലാസ്. അപ്പൊ അതിന് നമുക്കൊരു സ്പെഷ്യൽ അറ്റൻഷനും എന്താ പറയാ ഒരു ബൂസ്റ്റിങ്ങും ഒക്കെ കൊടുത്തിട്ട് അവരെ കൂടെ ഈ ഒരു ലെവലിലേക്ക്, ഈ ക്ലാസ്സിൽ വരുന്ന എല്ലാവരും ഒരേപോലെ ഈ ഗ്രാമ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് പോവാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് വേണ്ട എന്താന്ന് വെച്ചാല് നമുക്ക് പരസ്പരം തുറന്ന് സംസാരിക്കാനുള്ള, അതൊരു ടീച്ചർ അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് എന്നുള്ള ആ ഒരു ബാരിയർ, ആ ഒരു ബൗണ്ടറീസ് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ ക്ലാസ് എടുത്ത് തുടങ്ങുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ പറയാം, എനിക്ക് ഈ ഒരു കാര്യം കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. സജഷൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് വേണ്ടത്. ഓക്കെ, ആ രീതിക്ക് നമുക്ക് നമ്മുടെ രീതിയിൽ ഈ ക്ലാസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകും. ഏത് രീതിക്കാണോ നിങ്ങൾ പഠിക്കേണ്ടത് ആ രീതിക്ക് നമുക്ക് ഈ ക്ലാസ്സിനെ കൊണ്ടുപോകാന്നുള്ളത്. ഇതിപ്പോ നമുക്കറിയാം, നമ്മൾ LKG തൊട്ടിട്ട് ഈ ഒരു ലാംഗ്വേജ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പോ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ എന്താ പറയാ ഫർദർ ആയിട്ട് നമ്മളിത് എഴുതാനും വായിക്കാനും എല്ലാം നമ്മൾ പഠിച്ചു പോകുന്നുണ്ടെങ്കിലും ഈവൻ സ്റ്റിൽ നമുക്ക് ആ ഒരു സ്പീക്കിങ്ങിനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഇനിയും വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ്? നമ്മൾ മിസ്റ്റേക്സിനെ ഭയക്കുന്നതുകൊണ്ടാണ്. നമുക്ക് മിസ്റ്റേക്സിന് എപ്പോഴും പേടിയാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോ മലയാളത്തിൽ പറഞ്ഞാലും വേറെ ഏത് ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര പേടി നമുക്കില്ല. അപ്പൊ നമ്മൾ ബാക്കിയുള്ളൊരു ജഡ്ജ് ചെയ്യോ, ആ ഒരു വാലിഡേഷൻ ആണ് ഇപ്പൊ നമുക്ക് എപ്പോഴും പേടി. അതിനാണ് നമ്മുടെ ഈ കോഴ്സ് നമ്മൾ ഉപകരിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള എല്ലാ ബേസിക് ഗ്രാമർ ഫൗണ്ടേഷൻസും ക്ലിയർ ചെയ്ത് പോകുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഡൗട്ടിനെ ക്ലിയർ ചെയ്യാൻ കഴിയും. മിസ്റ്റേക്കിനെ ക്ലിയർ ചെയ്യും. ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു, അത് മിസ്റ്റേക്ക് ആണെന്ന് എനിക്ക് മനസ്സിലാവുക, അത് ഞാൻ ക്ലിയർ ചെയ്യുമ്പോഴാണ് എനിക്ക് കോൺഫിഡൻസ് ബിൽഡ് ആവുക അല്ലെ? അപ്പൊ ആ രീതിക്ക് നമ്മുടെ കോൺഫിഡൻസിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് ആണെന്നുണ്ടെങ്കിലും ആ രീതിക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വളരെ ബിഗിനിങ്, ഇപ്പൊ ഈ ഒരു കോഴ്സിന്റെ ഒരു ബെനിഫിറ്റ് ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർ, വളരെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ ഓൾറെഡി എല്ലാ ഗ്രാമവും കാര്യങ്ങളും എല്ലാം അറിയാം, ഒന്നും കൂടി ക്ലിയർ ആക്കണം. എന്നിട്ട് നമുക്കൊരു എന്താ പറയാ ഒന്ന് ചിട്ടപ്പെടുത്തുക എന്ന് പറയുമല്ലോ, ഒന്നും കൂടെ ചിട്ടപ്പെടുത്തിയിട്ട് ഒരു ലാംഗ്വേജ് ഒന്നുകൂടെ ഫ്ലുവന്റ് ആക്കണം എന്ന് വിചാരിക്കുന്നവർക്കാണ് നമ്മൾ ഈ ക്ലാസ്. ബേസിക്കലി ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ്ലി ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് ഒരു 1 hour ക്ലാസ് ആയിരിക്കും. ആൻഡ് മൺഡേ ടു ഫ്രൈഡേ നമുക്ക് ക്ലാസ് ഉണ്ടാവും. അവിടെ നമുക്ക് ഫുൾ പ്രാക്ടീസ് ആയിരിക്കും. നമ്മൾ ഒരു 10 സെന്റൻസ് ആണ് അല്ലെങ്കിൽ എന്താണോ നമ്മൾ പഠിക്കുന്നത് അത് 10ഉം നമ്മൾ എഴുതിയിട്ട് നമ്മൾ അത് വായിക്കുക. അവിടെ പ്രാക്ടീസിങ് ആണ്. പ്രാക്ടീസിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുവഴി എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു 2 months നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതില്ല ഒന്ന് സംസാരിക്കാനായിട്ട്. എല്ലായിടത്തും അതാണ് ഉണ്ടാവാറ്. എന്ന് വെച്ചാൽ ഒരു 2 മാസത്തെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് പ്രാക്ടീസിലേക്ക് കിടക്കാൻ. ഇവിടെ അങ്ങനെയല്ല. നമുക്ക് അന്നന്ന് പഠിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ പ്രാക്ടീസ് ചെയ്ത് അവിടെ തന്നെ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് അടുത്തൊരു സെഷനിലേക്ക്, അടുത്ത ഒരു ചാപ്റ്ററിലേക്ക് കടക്കുക എന്നുള്ളതാണ്. കാരണം ഗ്രാമർ ആകുമ്പോൾ നിങ്ങൾക്കറിയാം, ഗ്രാമർ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു ബോറിംഗ് പ്രോസസ്സാണ്. അപ്പോൾ അവിടെ നമുക്ക് അങ്ങനെ കഥകൾ പറയാനോ ഒന്നും ഉണ്ടാവില്ല. കാരണം ഇത് കുറച്ച് സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഭവമാണ്. അപ്പൊ അവിടെ നമുക്ക് വേണ്ടത് ഒരു നല്ലൊരു ബോണ്ടിങ് ഉണ്ടാക്കുക, നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ അവിടെ ഒരു എന്താ പറയാ ഒരു പോസിബിലിറ്റി ഉള്ളൂ. ഓക്കെ, അപ്പൊ അത് എന്താ പറയാ ഒരു ടീച്ചറായിട്ടോ അങ്ങനെയൊന്നും കാണേണ്ടതില്ല. ആസ് എ ഫ്രണ്ടിനോട് നിങ്ങൾക്ക് എങ്ങനെയാണോ പെരുമാറാൻ പറ്റുക അതുപോലെ നിങ്ങൾ പറയാം, നിങ്ങൾക്ക് അറിയുന്നത് എനിക്കും പറഞ്ഞുതരാം. ആ രീതിക്കാണ് ഈ ക്ലാസ് മുന്നോട്ട് പോവുക. പിന്നെ
നമ്മൾ ആ ഒരു മിസ്റ്റേക്കിനെ ഭയക്കുക എന്നുള്ളത് ആദ്യം മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു നമ്മൾ ഗ്രാജ്വലി ആ ഒരു പ്രോസസ്സിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് നമ്മൾ ആദ്യം നമ്മളൊരു ചെറിയ സെന്റൻസ് നമ്മൾ പറയുന്നു. ആ ഒരു സെന്റൻസിന് എങ്ങനെയെങ്കിലും പറയാ എന്നുള്ളതല്ല, ആ ഒരു സെന്റൻസിന് അതിന്റെ ഒരു ഇമോഷൻ ഉണ്ടാവുമല്ലോ, അല്ലെ? ഏത് സെന്റൻസിനും അതിന്റെ ഇമോഷൻ. അപ്പൊ ദേഷ്യപ്പെട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ, സന്തോഷത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനെ, അല്ലെ? സാഡ് ആയിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ. അപ്പൊ ആ ഒരു ഇമോഷനെ കൂടെ ആ ഒരു സെന്റൻസിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ അതുപോലെ തന്നെ അത് പറയാ എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ നമ്മളൊരു 2 month നമ്മൾ ഈ പറയുന്ന പ്രാക്ടീസിലൂടെ കടന്നു പോകുമ്പോൾ ഗ്രാജുവലി നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടി വരും. ഓക്കെ, അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു, എങ്ങനെയാണോ നിങ്ങൾക്ക് ഈ കോഴ്സിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ, കാരണം പലർക്കും പല ഇംഗ്ലീഷ് ലെവലായിരിക്കും, അപ്പം ആ ഒരു ലെവലിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോ നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെ, നമുക്ക് എത്രത്തോളം നമുക്ക് എഴുതാൻ അറിയുന്നോ, എല്ലാ കാര്യങ്ങളും നമുക്ക് ബേസിക് ഫൗണ്ടേഷൻ ഗ്രാമർ എല്ലാം ഉണ്ടെങ്കിലും സംസാരിക്കാൻ എത്തുമ്പോഴേക്കുമുള്ള ഒരു ഹെസിറ്റേഷൻ, അത് വേറൊന്നും കൊണ്ടല്ല, അത് പ്രാക്ടീസിന്റെ കുറവ് കൊണ്ട് മാത്രമാണ്. ഓക്കെ, അപ്പൊ ആ പ്രാക്ടീസിങ് കൃത്യമായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ എല്ലാവരും അല്ലേ? ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. സോറി, എന്തോ പറഞ്ഞോ? ഹലോ, കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞതാ കേട്ടോ, കേൾക്കുന്നുണ്ടെന്ന് ഓക്കെ, ഞാനെന്തോ ഡൗട്ട് ചോദിച്ചതാണെന്ന് വിചാരിച്ചു. താങ്ക് യു. സോ അപ്പം ഇപ്പൊ നമുക്ക് അറിയാം, ആദ്യമൊക്കെ എൻ്റെ ക്ലാസ്സിന്റെ എൻക്വയറിക്ക് വരുന്നത് എന്താ പറയാ, എന്തെങ്കിലും ഒരു പർപ്പസ് മുന്നിൽ വെച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. അതായത് ഇപ്പൊ ഒന്നുകിൽ ഒരു എക്സാം ആണ്, അതുകൊണ്ട് എനിക്ക് ഒരു 2 month കൊണ്ട് എങ്ങനെ ഒരു എക്സാമിലേക്ക് എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ എങ്ങനെ ഈ ഒരു ലാംഗ്വേജ് എത്രയും പെട്ടെന്ന് എങ്ങനെ പഠിച്ചെടുക്കാമെന്ന് ചോദിച്ചു വരുന്നവർ. അതുപോലെ തന്നെ ഇപ്പൊ ഒരു സ്കൂളിൽ നമുക്കൊരു അപ്പോയിന്റ്മെന്റ് കിട്ടി, അല്ലെങ്കിൽ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യണം, അപ്പൊ അവിടെ ഒരു ഫ്ലുവൻസിന്റെ ഒരു പ്രശ്നമുണ്ട്, എങ്ങനെ നമുക്കത് എത്രയും പെട്ടെന്ന് എങ്ങനെ പഠിച്ചെടുക്കാം, ഇങ്ങനെയൊക്കെയാണ് ചോദിച്ചു വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ നേരെ മറിച്ചാ, ഇപ്പൊ വീട്ടമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് വന്നിട്ടുള്ളത്. അത് കുട്ടികളെ പഠിപ്പിക്കാനും, പിന്നെ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കുട്ടിയെങ്കിലും പുറത്തു പോയി പഠിക്കാത്തവരില്ല അല്ലെ? എല്ലാ വീട്ടിൽ നിന്നും ഒരു കുട്ടിയെങ്കിലും ഒന്നുകിൽ തമിഴ്നാട്ടിലായിരിക്കും, അല്ലെങ്കിൽ ബാംഗ്ലൂരായിരിക്കും, അല്ലെങ്കിൽ UK ആയിരിക്കും, ജർമ്മനി ആയിരിക്കും, എവിടെയെങ്കിലുമൊക്കെയാണ് നമ്മുടെ മക്കൾ പഠിക്കുന്നത് അല്ലെ? അപ്പൊ അവരുടെ കോളേജിൽ നിന്ന് വിളിക്കുമ്പോൾ അവരുടെ പ്രിൻസിപ്പളിനോട്, അവരുടെ ക്ലാസ് ടീച്ചറിനോട് അല്ലെ, ഈവൻ അവരുടെ ക്ലാസ്മേറ്റ്സിനോട് വരെ നമുക്ക് ഈ ലാംഗ്വേജിൽ സംസാരിച്ചാലേ പറ്റുള്ളൂ. കാരണം പല സ്ഥലത്ത് നിന്ന് താമസിക്കുന്ന കുട്ടികളായിരിക്കും, പല സ്ഥലത്ത് നിന്ന് വരുന്ന മക്കളായിരിക്കും. അപ്പൊ അവരോടൊക്കെ നമുക്ക് സംസാരിക്കാം, നമ്മുടെ കുട്ടിയുടെ കാര്യങ്ങൾ ചോദിക്കണം എന്നുണ്ടെങ്കിൽ വരെ നമുക്ക് ഈ ഒരു ലാംഗ്വേജ് വളരെ മസ്റ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അല്ലെ? പിന്നെ നമ്മളൊന്ന് പുറത്തു പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനും തന്നെ വളരെ ബിഗിനർ ആയിട്ട് തുടങ്ങിയ ഒരാളാണ്. ആദ്യം ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിന് പോയി, അതിനുശേഷം ഇന്റർമീഡിയറ്റ് കോഴ്സ് എടുത്തു, അതിനുശേഷമാണ് IELTS എടുത്തത്. അപ്പോൾ നമ്മളൊരു ഒരു ബേസിക് ആയിട്ടുള്ള, അതായത് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് കഴിഞ്ഞ് ഗ്രാമർ സെക്ഷൻസ് ഒക്കെ കവർ ചെയ്തു. പിന്നെ നമ്മൾ ഈ ഇന്റർമീഡിയറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് അതിനൊരു സ്ട്രഗ്ലിംഗ് ഉണ്ട്. കാരണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കുറെ കാര്യങ്ങൾ നമ്മൾ റീകോൾ ചെയ്തെടുക്കേണ്ടത്. നമ്മൾ പഠിച്ച വൊക്കാബുലറീസ്, അതുപോലെ തന്നെ നമ്മൾ ടെൻസുകള്, അതിലെ കുറെ നൂലാമാലകള്, അപ്പൊ ഞാൻ പറയുന്നത് തെറ്റോ ഇതന്നെയാണോ ഇവിടെ ഉപയോഗിക്കുക എന്ന് പറയുന്ന കുറെ കാര്യങ്ങളിലൂടെ നമ്മളെ ചിന്തകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ തന്നെ നമുക്ക് എന്തായി, അവിടെ ഒരു കോൺഫിഡൻസ് പോയി. ഓക്കെ, അപ്പൊ എനിക്കിപ്പോ നിങ്ങൾ എന്ത് ഡൗട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും എനിക്ക് മനസ്സിലാവും, നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ. ഓക്കെ, ഇനി പല ഇന്റർമീഡിയറ്റ് ലെവലിൽ നിന്ന് നിങ്ങൾക്ക് ഈ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് ചെല്ലുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഞാനും ഈ പറഞ്ഞ പോലെ വളരെ ബിഗിനിങ് സ്റ്റേജ് തൊട്ടിട്ട് പഠിച്ചു വന്ന ഒരാളാണ്. ഓക്കെ, അപ്പോ നമ്മള് ഗ്രാമർ ചിലര് പറയും, ഇപ്പോ എന്തിനാണ് സംസാരിക്കാൻ മാത്രം എനിക്ക് പഠിച്ചാൽ മതി, ഈ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അറിയേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങാം. ഓക്കെ, അങ്ങനെ അവരെങ്ങനെയാണോ പറയുന്നത് നമുക്ക് അങ്ങനെ എടുത്തു കൊടുക്കാലോ. അങ്ങനെ അവര് പറഞ്ഞു വരുമ്പോ, ഓക്കെ, ക്ലാസ് ഒക്കെ തുടങ്ങി ഒരു ടോപ്പിക്കിലേക്ക് എന്തെങ്കിലും വരുമ്പോഴായിരിക്കും അവർക്ക് എത്രത്തോളമാണ് ഈ ഒരു ലാംഗ്വേജിൽ ഒരു മിസ്റ്റേക്സ് അവർ പഠിച്ചു വെച്ചിട്ടുള്ളതെന്നും, അതുപോലെ തന്നെ ഒരു ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്സ് എത്രയാണ് അവർ വരുത്തുന്നത് എന്നുള്ളതും പിന്നീടാണ് അവർ മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ
ഈ ഒരു കോഴ്സ് ഗ്രാമർ ക്ലിയർ ആക്കുക എന്നുള്ള രീതിയിൽ മാത്രം ഈ ഒരു കോഴ്സ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് നമ്മൾ വളരെ എന്താ പറയുക ബേസിക് ആയിട്ടുള്ള പോർഷൻസ് ആയിട്ടുള്ള ആർട്ടിക്കിൾ തൊട്ടിട്ടാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രപ്പോസിഷൻസ് എല്ലാവരും എപ്പോഴും മിസ്റ്റേക്ക് വരുത്തുന്ന, എത്ര ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവരും മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു ഏരിയ ആണ് പ്രപ്പോസിഷൻ. അപ്പൊ അത് കുറച്ച് വൈഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മളിത്. കാരണം എന്താ വെച്ചാൽ അത് എപ്പോഴും എല്ലാവർക്കും ഡൗട്ട്, ഇപ്പോഴും ഇന്നാണോ ഓണാണോ അറ്റാണോ ഡേന്റെ കൂടെ എന്താണ് ചേർക്കുക, ഇപ്പോഴും കൺഫ്യൂഷൻസ് ഉള്ള ഏരിയ. കാരണം ഇത് പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മളിത് പഠിച്ചു കഴിഞ്ഞു, എല്ലാം അറിയാം നമുക്ക്. എന്നിരുന്നാലും ഇപ്പൊ നമ്മൾ 2 month കോഴ്സ് കഴിഞ്ഞാലും നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പ്രാക്ടീസ് ഇല്ല എന്നുള്ളതാണ്. ഇത് നമ്മൾ പ്രാക്ടീസ് ഇല്ലാതെ പോകുമ്പോൾ സംഭവിക്കുന്ന എന്താ വെച്ചാൽ നമ്മളൊരു ആക്സെന്റ് പോയി പോകും. നമ്മൾ സംസാരിക്കുന്ന, നമ്മൾ അതുവരെ നമ്മൾ കീപ്പ് ചെയ്ത് കൊണ്ടിരുന്ന നമ്മളൊരു ആക്സെന്റ് ഉണ്ട്. അപ്പൊ ആ ഒരു മലയാളത്തിൽ നിന്ന് നമ്മൾ ഇംഗ്ലീഷിലേക്ക് അത് പറഞ്ഞ ആ ഒരു ആക്സെന്റ് ഒക്കെ ക്ലിയർ ആക്കി നമ്മൾ നല്ല വെൽ സെറ്റ് ആയിട്ടായിരിക്കും നമ്മൾ അവിടെ കോഴ്സ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുക. അത് കഴിഞ്ഞ് പ്രാക്ടീസ് ഇല്ലാതാവുമ്പോൾ പഴയപടി തന്നെ നമ്മുടെ ലാംഗ്വേജ് ഇരിക്കും. അപ്പൊ അതിനുള്ള ഏറ്റവും നല്ലൊരു മാർഗം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതിനുള്ള ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഇവിടെ വിംബിൾ അക്കാഡമി തരുന്നുണ്ട്. ലെറ്റ്സ് കോൺകെയർ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് സാർ ഒരു പുതിയ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിൽ ഡെയിലി പ്രാക്ടീസിങ് ആണ്. ഓരോ ടോപ്പിക്, ആ ഗ്രൂപ്പ് ഞാനാണ് ലീഡ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഡെയിലി പ്രാക്ടീസ് ആണ് ഉണ്ടാവുക. അപ്പൊ ഞാനൊരു ടോപ്പിക് ഇടും, അതിനെ ബേസ് ചെയ്തിട്ട് എല്ലാവരും അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇന്നിപ്പം മോർണിംഗ് ഞാൻ ഇട്ടത് ഒരു ഹോബീസിനെ കുറിച്ചിട്ടാണ്. അപ്പൊ എന്റെ ഹോബി ഞാൻ പറയും, അതിനുശേഷം അവരവരുടെ ഹോബികളെ കുറിച്ചിട്ട് പറയും. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോ ടോപ്പിക്കും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് കുറച്ചും കൂടി എന്താ പറയാ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഞാൻ അധികം ഇടാറ്. ഇപ്പൊ ഞാൻ നട്ടത് ചൈൽഡ്ഹുഡ് മെമ്മറീസിനെ കുറിച്ചിട്ടായിരുന്നു. അതൊക്കെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. കാരണം നമ്മൾ ഓർത്തെടുത്ത് നമ്മുടെ ഒരു നമ്മൾ ചെറിഷ് ചെയ്യുന്ന കുറെ ഓർമ്മകൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് വിംബിൾ അക്കാഡമി ഇതേപോലത്തെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് തരുന്നുണ്ട്. അത് വലിയൊരു എന്താ പറയാ ഒരു ബ്ലെസ്സിങ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. എന്ന് വെച്ചാൽ ഞാനൊക്കെ പഠിച്ചിറങ്ങിയ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിരുന്നത് ഈ പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മളെ ഫാമിലിയിലായിക്കോട്ടെ, നമ്മളെ ഫ്രണ്ട് സർക്കിളിലായിക്കോട്ടെ, എല്ലാവരും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഒരു പ്രാക്ടീസിന് അവരൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ പിൻവാങ്ങുന്നതായിട്ട് കാണുന്നു. കാരണം അവർ മിസ്റ്റേക്സിനെ ഫിയർ ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, ഒരുപാട് അവെയർ ആണ് മിസ്റ്റേക്സിനെ കുറിച്ചിട്ട്. മിസ്റ്റേക്ക് എങ്ങാനും പറഞ്ഞ പോലെ ഇത്രയും പഠിച്ചു, ഇനി സംസാരിക്കുമ്പോഴും മിസ്റ്റേക്ക് വന്നാൽ ജഡ്ജ് ചെയ്യുമോ എന്നുള്ള പേടി കൊണ്ടാണ്. ഓക്കെ, അപ്പൊ അത് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ പഠിച്ച നേരെ നമ്മൾ പ്രാക്ടീസിലേക്ക് പോകാന്നുള്ളത്. അതിന് ഈ കോഴ്സ് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ ക്ലാസ്സിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ പ്രപ്പോസിഷനെ കുറിച്ചിട്ട് പറഞ്ഞ അത് പറഞ്ഞ ഓക്സിലറി വെർബ്സ് ആണ് പിന്നെ അടുത്തൊരു പോർഷൻ ആയിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് അപ്പൊ നമ്മള് ടെൻസുകൾ പഠിക്കുമ്പോൾ 12 ടെൻസുകളിലൂടെ കടന്നു പോകുമ്പോഴേക്കും നമുക്ക് ഭയങ്കര എന്താ പറയാ, ഒരു ടെൻസ് ഒരു ടെൻസിലേക്ക്, പിന്നെ അതിന്റെ എന്താ പറയാ പ്രസന്റ് ടെൻസ് പാസ്റ്റ് ടെൻസിലേക്ക് മാറുമ്പോഴേക്കും വെർബിന്റെ വേരിയേഷൻസ്, പോസിറ്റീവ് വരുമ്പോ ഇങ്ങനെ, നെഗറ്റീവ് വരുമ്പോ ഇങ്ങനെ, ക്വസ്റ്റ്യൻസ് വരുമ്പോ ഇങ്ങനെ, അല്ലെ, പിന്നെ അതിൽ എക്സെപ്ഷൻസ്, കുറേ കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്, അല്ലെ. അപ്പൊ അതിനാണ് ഞാൻ ഈ ഓക്സിലറി വെർബ് ഒരു ചാപ്റ്റർ ആയിട്ട് വെച്ച്. ഓക്സിലറി വെർബിൽ നമ്മൾ പഠിക്കുന്നതോടുകൂടി എല്ലാ ടെൻസുകളുടെയും നിയമങ്ങളൊക്കെ, അതിന്റെ റൂൾസും കാര്യങ്ങളും എക്സെപ്ഷൻസും എല്ലാം നമ്മൾ പഠിച്ചതിന് ശേഷം പതുക്കെയാണ് നമ്മൾ ഈ ടെൻസുകളിലേക്ക് കടക്കുന്നത്. ഓക്കെ, അത് കുറച്ചും കൂടെ നമുക്ക് ഈസി ആക്കും. ഓക്കെ, നമുക്ക് ആ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യില്ല ടെൻസുകളിലേക്ക് കടക്കുമ്പോഴേക്കും. അതേപോലെ തന്നെ ഹാവിന്റെ യൂസേജസും ഒക്കെ പറഞ്ഞു വെച്ചപ്പോൾ, ഹാവ് എന്ന് പറയുമ്പോഴേക്കും അതൊരു നമ്മളൊരു ഓക്സിലറി വെർബായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഒരു മെയിൻ വെർബായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ടെൻസുകളിലേക്ക് കടക്കുമ്പോഴേക്കും ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് എപ്പോഴും എല്ലാവർക്കും വരാറുണ്ട്. അതുകൊണ്ടാണ് ഹാവിന്റെ എല്ലാ യൂസേജസും പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ടെൻസുകളിലേക്ക് കിടക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് മോഡൽ വെർബ്സ്, അത് കഴിഞ്ഞ് പാസ്റ്റ് മോഡൽ വെർബ്സ്, ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോർ കണ്ടീഷണൽസ്, പിന്നെ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രേസൽ വെർബ്സും ഇഡിയംസും. ഈ ഫ്രേസൽ വെർബ്സും ഇഡിയംസും ആണ് നമ്മുടെ ഈ ഒരു ലാംഗ്വേജിന്റെ ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യിപ്പിക്കുക. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളും കൂടി നമ്മുടെ ലാംഗ്വേജിൽ, നമ്മുടെ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഇതിന്
ഒരു പരിധി കഴിയുമ്പോഴേക്കും എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിവ് അപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ് ഈ ഒരു 2 month കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്പെഷ്യലി ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതും എക്സ്പെഷ്യലി ഗ്രാമർ പോർഷൻസ് കവർ ചെയ്യുക എന്നുള്ളതും. കാരണം എല്ലാവർക്കും അറിയാം ഇത് കടന്നിട്ടേ നമുക്ക് അടുത്തൊരു ഇതിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് അറിയുമെങ്കിലും ഇത് പഠിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിനോടുള്ള ഒരു മടി, ഒരു ഹെസിറ്റേഷൻ, അല്ലെങ്കിൽ എന്താ പറയാ മെനക്കെട്ടിരുന്ന് പഠിക്കുക. അപ്പോ ഇതൊക്കെ മാറ്റി വെക്കുക എന്നുള്ളത് ഇതിനൊരു മാർഗമുള്ളൂ. ചിലരൊക്കെ ഇതിനെന്തെങ്കിലും ടിപ്സ് ഉണ്ടോ, എന്തെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു വരാറുണ്ട്. എൻ്റെ എൻ്റെലി ഒരു എക്സ്പീരിയൻസ് ഇതിന് ഷോർട്ട് കട്ടോ അല്ലെങ്കിൽ ടിപ്സോ ഒന്നുമില്ല. ഓക്കെ, ഇതിന് നമ്മളൊരു ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു മനസ്സുണ്ടാവുക. ഓക്കെ, നമ്മളൊരു ടൈം പ്രയോറിറ്റൈസ് ചെയ്ത് ഫസ്റ്റ് പ്രയോറിറ്റി ഇതിന് കൊടുക്കുക, നമ്മളൊരു ടൈം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് നമുക്കിതിൽ ചെയ്യാനുള്ളത്. ഓക്കെ, നമ്മൾ ഒരു 2 month കോഴ്സിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ പ്രോമിസ് ചെയ്യാം, ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു 2 month കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കും, ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മീ എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അത് നമ്മൾ നമ്മളോട് തന്നെ പ്രോമിസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു കോഴ്സിന് അറ്റൻഡ് ചെയ്യുക. എന്നാൽ നിങ്ങൾ ഏത് രീതിയിലേക്ക് വേണമെന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ എന്താ പറയാ ഹെൽപ്പിനുണ്ടാവും. അപ്പം നിങ്ങൾക്കൊരു പേഴ്സണൽ മെസ്സേജ് വേണമെങ്കിൽ അയക്കാം, നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഒരു കംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പറയാം. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു ബാരിയർ മാറിക്കിട്ടും, ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് എന്നുള്ള ഒരു ബാരിയർ ആദ്യം മാറിക്കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോവുക. ആൻഡ് എല്ലാവരും ലൈവ് ക്ലാസ്സിൽ തന്നെ കയറുക, എന്നിട്ട് ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവുക, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ വെബിനാറിൽ പറഞ്ഞ പോലെ ഒച്ചഴയുന്നത് പോലെ നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുള്ളൂ. ഓക്കെ, ഒരു ദിവസം നമ്മളൊരു വർക്ക് ചെയ്യുന്നു, അത് എല്ലാവരും ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തതിന് ശേഷം ആ പ്രാക്ടീസ് ചെയ്തിട്ട് അത് സെൻഡ് ചെയ്യുക. നമ്മൾ ക്ലാസ് നോട്ട് ഉണ്ടാവും, ഞാൻ ക്ലാസ് എടുക്കും, അതിന്റെ ക്ലാസ് നോട്ട്സ് നിങ്ങൾ എഴുതിയെടുക്കുക, എഴുതിയെടുത്തതിന് ശേഷം അത് ക്ലാസ്സിൽ ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യുക. അത് ഞാൻ നിങ്ങൾക്ക് മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്തതിന് ശേഷം എല്ലാവരും അത് ചെയ്ത് കഴിഞ്ഞെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമ്മൾ അടുത്ത ഒരു ചാപ്റ്ററിലേക്ക് പോകും. അങ്ങനെ എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തി എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു സാറ് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് അറിയുകയും ചെയ്യാം, ഇത് പഠിക്കുകയും വേണം. എന്നാ പിന്നെ ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് വിചാരിച്ചിട്ടാണ് ആരും ഇതിലേക്ക് മുന്നോട്ട് വരാത്തത്. ഈവൻ വന്നാലും 2 മാസം കംപ്ലീറ്റ് ചെയ്യാൻ എല്ലാവർക്കും മടിയാണ്. അപ്പൊ ആ ഒരു ഇത് മാറ്റി നിർത്തിയിട്ട് നമ്മുടെ കോഴ്സിനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഓക്കെ, അതിനൊരു പഠിക്കുന്ന ആള് ഒരു 90% വേണ്ട, ഒരു 84% പഠിക്കുന്ന ആളുടെ ഒരു ഡിറ്റർമിനേഷൻ വെച്ചിട്ടാണ് ഇതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാവുക. ഞങ്ങളെ പോലെയുള്ള മെന്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കൊരു മെന്റർ ഉണ്ടാവേണ്ട ഒരു ആവശ്യകത എന്ന് പറഞ്ഞപ്പോ യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ നമുക്ക് ക്ലാസ്സസ് അവൈലബിൾ ആണ് അല്ലെ. നമുക്കൊരു ബിഗിനിങ് സ്റ്റേജ് തൊട്ടിട്ട്, ഒന്നും വേണ്ട, ആൽഫബറ്റ് തൊട്ടിട്ട് അല്ലെ, ആ ഒരു ലെവല് തൊട്ടിട്ട് നമുക്ക് ഇന്റർമീഡിയറ്റ്, IELTS, അതിന്റെ എന്താ പറയാ C1 ലെവലിലുള്ള വെക്കാബുലറി യൂസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കണോ? ഓക്കെ, അതിനുള്ള നേറ്റീവ് സ്പീക്കേഴ്സിന്റെ ഇഷ്ടം പോലെ വളരെ എന്താ പറയാ സജീവമായിട്ട് നിൽക്കുന്ന ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് നമ്മള് എന്റെ ക്ലാസ്സിന് വരുന്നവരൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ആ ചാനൽ കാണാറുണ്ട്, ഈ ചാനൽ കാണാറുണ്ട്, ഞാൻ അതൊക്കെ എഴുതിയെടുക്കാറുണ്ട്, അതൊക്കെ ഞാൻ വായിക്കാറുണ്ട്, പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഈവൻ എന്താണ് പകുതിക്ക് വെച്ച് നമുക്കൊരു മെന്റർ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ എന്താ ഒരു ഫോഴ്സ്ഫുള്ളി ഒരു കാര്യം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് അപ്പോഴാണ് അല്ലെ. അപ്പൊ നമ്മളൊരു ക്ലാസ്സിൽ നമ്മൾ എൻ്റർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഹോംവർക്ക് ചെയ്തു, അയ്യോ ഞാൻ ചെയ്തില്ലല്ലോ എന്നുള്ളത് എപ്പോഴാണ് അവിടെ വരിക. മറ്റേ നമ്മളൊരു യൂട്യൂബ് ചാനൽ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാലോ എന്ന് വിചാരിച്ച് നമ്മളങ്ങ് മാറ്റി വെക്കും അല്ലെ. അത് നമ്മളുടെ ഒരു നേച്ചറാണ്. അപ്പൊ ആ ഒരു മടീനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മെന്ററെ നമ്മൾ എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം യൂസ് ചെയ്ത്, പിന്നെ ഇതൊരു 2 month കോഴ്സ് എന്നുള്ളതിന്റെ അപ്പുറം നമ്മളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും പിന്നെയും ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ വിംബിൾ അക്കാഡമി തരുന്ന ഈ കോഴ്സ് എന്നല്ല ഏത് കോഴ്സിനും അവർ തരുന്ന ഒരു സ്വീകാര്യത. ഓക്കെ, ഇത് പഠിച്ചിട്ട് എന്തെങ്കിലും ചെയ്ത് പൈസ വാങ്ങിച്ച് പോവുക എന്നുള്ളത് ഒരിക്കലും അവരുടെ ഒരു അജണ്ടയല്ല, ഒരു ലക്ഷ്യം അതല്ല. എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമും കൂടി അവർ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുക, നമ്മളെ ഒരു ഡെവലപ്മെന്റ് നമ്മൾ തന്നെ അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ 4 ആളുടെ ഇടയിൽ നമ്മളൊരു ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ അറിയുക അല്ലെങ്കിൽ പറ്റും എന്നുള്ളത് ഭയങ്കര കോൺഫിഡൻസ് കിട്ടുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഒരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളെ നമ്മൾ ഒരു ഭയങ്കര ഒരു ക്യൂരിയസ് ആയിട്ടാണ് നോക്കുക, അയ്യോ അങ്ങനെ സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിലും നമ്മൾ വിചാരിക്കും
ഓക്കെ. അപ്പൊ നമ്മളും മലയാളം മീഡിയത്തിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചവർക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. ഈവൻ നമുക്ക് അത് നേടിയെടുക്കാൻ പറ്റും. നമുക്ക് നല്ലൊരു ക്ലാസ്സും നല്ലൊരു എന്താ പറയാ ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകാനുള്ള ഒരു മനസ്സും നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഇംഗ്ലീഷ് സ്പീക്കർ ആവാൻ നിങ്ങൾക്കും സാധിക്കും. അപ്പോ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഐ മീൻ, ഈ ഒരു ക്ലാസ്സിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്നുണ്ടെങ്കിൽ അത് പറയാം. എന്തുകൊണ്ടാണ് നിങ്ങളും ഇതുപോലെ സംസാരിക്കാൻ മടിക്കുന്നതിന്റെ റീസണും കൂടെ പറഞ്ഞു തുടങ്ങിയാൽ നമുക്ക് ഒരു ഇന്ററാക്ഷൻ ആവാം. ഹലോ, ആരെങ്കിലും മൈക്ക് ഓൺ ചെയ്തിട്ട് പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു, നമ്മളിതൊരു ഇന്ററാക്റ്റീവ് സെഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കോഴ്സിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉൾപ്പെടുത്താനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. മടി കൂടാതെ പറയാം. ഇത് നമ്മുടെ കോഴ്സാണ്, അപ്പോ നിങ്ങൾക്ക് പറയാവുന്നതാണ്. കുറച്ചൊക്കെ ഗ്രാമർ അറിയാതെ മിസ്റ്റേക്ക് ഒക്കെ വരുമോ? അത് തന്നെ, ഗ്രാമർ മിസ്റ്റേക്ക് വരുമോന്നൊക്കെയുള്ള പേടി. അതെ, അത് നമ്മൾ ഈ ഒരു 2 month കോഴ്സ് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല. ഓക്കെ, ഗ്രാമർ മിസ്റ്റേക്ക് നമ്മൾ എപ്പോഴും പേടിക്കുന്നതാണ്. കാരണം ബിക്കോസ് നമുക്ക് അങ്ങനെ ഒരു പ്രോപ്പർ ഗൈഡൻസ് നമുക്ക് കിട്ടിയിട്ടില്ല, സ്കൂളുകളിൽ നിന്ന് അങ്ങനെ കിട്ടിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെ? ഒക്കെ നമുക്ക് ആ ഒരു എന്താ പറയണ്ടേ, കിട്ടേണ്ട രീതിയിൽ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്, അല്ലെ? ടെക്സ്റ്റ് ബുക്ക്, ഇപ്പൊ നമ്മൾ മലയാളം ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ട് നമ്മൾ മലയാളം പറയുമ്പോൾ എങ്ങനെയാ ഉണ്ടാവുക? അച്ചടി ഭാഷയിലല്ലേ നമ്മൾ സംസാരിക്കുക? അതുപോലെയാണോ നമ്മൾ സംസാരിക്കുന്നത്? അല്ല. അപ്പൊ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജിൽ ഉൾപ്പെടുത്തേണ്ട കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. ഈ ഒരു സബ്ജക്റ്റ് ആയിട്ട് മാത്രം അത് മാറി നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും നമുക്ക് ഇത്രയും കാലം ഇംഗ്ലീഷ് പഠിച്ചിട്ടും നമുക്ക് ഇപ്പോഴും സംസാരിക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ്. ഇത് സബ്ജക്റ്റ് ആണ്. ഇത് നമുക്ക് എന്താ പറയാ, ഒരു കുറെ പോയം പഠിക്കാനും അത് ബൈഹാർട്ട് ചെയ്യാനും എസ്സേ എഴുതാനും, അല്ലെ, ക്വസ്റ്റ്യൻ ആൻസറും ബൈഹാർട്ട് ആക്കാനും, ഇതിനൊക്കെയാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത്. അതിന് കുറച്ച് മാർക്കും നമുക്ക് കിട്ടും. അതിന്റെ അപ്പുറം നമുക്ക് ഇതൊരു കമ്മ്യൂണിക്കേറ്റീവ് ലെവലിലേക്ക് ഇതിൽ എത്തിയിട്ടില്ലാത്തതിന്റെ വിക്ടിംസ് ആണ് നമ്മൾ എല്ലാവരും. അപ്പൊ അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ പറയുന്ന കോഴ്സുകളെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. വിംബിൾ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു കോഴ്സ് എന്നൊക്കെ പറയുന്നത്, പിന്നെ എന്താ പറയാ, നിങ്ങൾക്ക് അറിയാം, ഇതിൽ ഉള്ളവർക്ക് അറിയാം, അതിൽ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുന്നവർക്ക് എത്ര അഫോർഡബിൾ ആയിട്ടുള്ള ഫീസുകളിലാണ് അവർ നമുക്ക് ഓരോ കാര്യങ്ങളും തരുന്നത്. അതേ ഫീയിൽ നമ്മൾ ആ കോഴ്സ് വേറെ എവിടെയെങ്കിലും ചെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫീ ആണ് അവരൊക്കെ ഈടാക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് എന്താ പറയാ, ഈ പറയുന്ന പ്ലാറ്റ്ഫോം അത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, അതായത് അതിനുശേഷവും നമ്മളിവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രാക്ടീസിനുള്ള ഒരു പ്ലാറ്റ്ഫോമും കൂടെ അവർ തരുന്നുണ്ട്. സോ അത് യൂസ് ചെയ്യാന്നുള്ളത്. മാം നേരത്തെ ചോദിച്ച പോലെ ഗ്രാമർ മിസ്റ്റേക്ക് വരുമോ എന്നുള്ളതാണ് പേടിയെങ്കിൽ അത് മാറ്റുക എന്നുള്ളതാണ്. എന്താണോ നമ്മൾ ഫിയർ ചെയ്യിപ്പിക്കുന്നത് അത് മാറ്റിയെടുക്കുക. നമ്മൾ ഹാർഡ് വർക്കിലൂടെ അത് മാറ്റിയെടുക്കുക, നമ്മൾ മൂവ് ഓൺ ചെയ്യുക. അത്രേ ഉള്ളൂ ഇതിനൊരു മാർഗം. ഓക്കെ മാം, താങ്ക് യു. ക്ലിയർ ആയെന്ന് തോന്നുന്നു. എന്താ നമ്മുടെ ക്ലാസ്സിൽ എന്തെല്ലാമാണ് ഉൾപ്പെടുത്തേണ്ടത് എന്ന് നിങ്ങൾക്ക് പറയാം. ഇപ്പൊ ഞാൻ ഈ ക്ലാസ് ആക്ച്വലി ഞാൻ തുടങ്ങിയത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഇതൊരു പ്രോപ്പർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോപ്പർ ആയിട്ട് നമുക്ക് സ്കൂളുകളിൽ നിന്ന് ഇത് കിട്ടുന്നില്ലാത്തതുകൊണ്ട് നമ്മുടെ കുട്ടികള് എന്താ പറയാ, പല സ്ഥലങ്ങളിലും, അതായത് പറയുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി അങ്ങനെ പഠിച്ച് കോമ്പറ്റേറ്റീവ് എക്സാമുകൾ എഴുതി അല്ലെങ്കിൽ അതിനൊരു നല്ല എന്താ പറയാ, ഈ പറയുന്ന ഇതൊക്കെ ഉണ്ടാവുമല്ലോ, മത്സരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ അവനായിരിക്കും ഫസ്റ്റ് കിട്ടുക. അപ്പൊ ഈ വീട്ടിൽ നിന്ന് അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നവരുടെ മക്കൾ ഈ പറഞ്ഞ പോലെ കോമ്പറ്റീഷൻസിലൊക്കെ അവര് ജില്ലാ ലെവല്, സബ് ജില്ലാ ലെവലൊക്കെ ഇംഗ്ലീഷ് പോയം റെസിറ്റേഷൻ ഒക്കെ അവര് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ എന്റെ മോനൊക്കെ ഇംഗ്ലീഷ് പോയം റെസിറ്റേഷനിൽ ഫസ്റ്റ് വാങ്ങി വരുന്ന കുട്ടിയാണ്. അപ്പൊ ഞാൻ വിചാരിക്കും ബാക്കിയുള്ള കുട്ടികളൊക്കെ എന്താ ചെയ്യാം, ഒരു കുട്ടി അവനറിയാം ഞാൻ അതിൽ പങ്കെടുക്കാന്ന് പറഞ്ഞ് പങ്കെടുക്കും. അപ്പൊ നമ്മളൊരു പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ആ കുട്ടി അത് പോയി പഠിച്ച് സമ്മാനമായിട്ട് വരും. ബാക്കിയുള്ള കുട്ടികൾ എന്താ ചെയ്യാ? അപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ പാരന്റ്സ് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ എപ്പോഴും പാരന്റ്സ് പറയുന്ന ഒരു പ്രശ്നമാണ് ഇംഗ്ലീഷും അതുപോലെ മാത്സും ആണ് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ട്. അപ്പൊ എനിക്ക് അറിയുന്നത് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കാനാണ്. അപ്പൊ ഞാനിത് വീട്ടമ്മമാരെ ലക്ഷ്യം വെച്ചിട്ടാണ് ആദ്യം ഇത് തുടങ്ങിയത്. അവരിലൂടെ കുട്ടികളിലേക്ക് എത്തിക്കുക. ഈ പറയുന്ന ഗ്രാമറിന്റെ, ഈ പറയുന്ന കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യം. ഇപ്പൊ ഫ്രേസൽ വേർബ്സ് ഒക്കെ, ഫ്രേസൽ വേർബ്സ് നമ്മൾ എത്രത്തോളം നമ്മൾ നമ്മുടെ ഒരു ലാംഗ്വേജിൽ ഉൾപ്പെടുത്തുന്നു അത്രയുമാണ് ഈ ഒരു ലാംഗ്വേജിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജിന് അതിൻ്റെതായിട്ടുള്ള സ്റ്റൈല്, പ്രൊനൗൺസിയേഷൻ ഒക്കെ ഉണ്ട്. അത് നമ്മൾ കീപ്പ് ചെയ്ത് പറയാന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു മലയാളി
എങ്ങനെ പോയാലും ഇംഗ്ലീഷ് പറയുമ്പോൾ നമുക്ക് ആ പ്രൊനൗൺസിയേഷൻ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ മലയാളിയാണെന്ന്. അത് ഏത് രാജ്യത്ത് അവർ പോയാലും ആ ഒരു പ്രൊനൗൺസിയേഷൻ വെച്ചിട്ട് നമുക്കവരെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മൾ കുട്ടികൾക്ക് ഇപ്പൊ തന്നെ നമ്മൾ ഈ പറയുന്ന ഫ്രേസൽ വേർബ്സും ഇഡിയംസും ഒക്കെ ചേർത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഒരു നാച്ചുറാലിറ്റി ആ കുട്ടികളിൽ ഈ ഒരു ലാംഗ്വേജിൽ കിട്ടും. അതാണ് ആ ലാംഗ്വേജിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാട്ടോ. നമ്മുടെ ഈ ഒരു കോഴ്സിൽ എന്തെല്ലാം ഉൾപ്പെടുത്താമെന്നും ഈ ഒരു പേടി ഓക്കെ അത് മാറ്റിയെടുക്കുക. എങ്ങനെ നമ്മൾ ഈ ഒരു കോഴ്സിൽ ഈ ആദ്യം നമ്മൾ എടുക്കുന്നതിന് പേടി ഇങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. പറയാനുള്ള പേടി അത് ഈ പറഞ്ഞ പോലെ പ്രാക്ടീസിലൂടെ നിങ്ങൾ നമ്മുടെ ബ്രെയിനും നമ്മുടെ ടങ്കും എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ആവാൻ നമ്മൾ തന്നെ ഈ ഒരു എൻവയറമെന്റിലേക്ക് വരിക, ഈ ഒരു ലാംഗ്വേജിന്റെ എൻവയറമെന്റിൽ ഇരിക്കുക എന്നുള്ളത്. അതിനാണ് ഈ 2 month നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. 2 month നമ്മൾ ഈ ഒരു ലാംഗ്വേജിന്റെ എൻവയറമെന്റിൽ തന്നെ ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ബ്രെയിൻ അതിനനുസരിച്ച് ഫങ്ഷൻ ചെയ്യും. ഓക്കെ. അതിനാണ് ദിവസം നമ്മൾ ഈ ഒരു എന്താ പറയുന്ന ലൈവ് ക്ലാസ്സിൽ തന്നെ കയറി നമ്മൾ അന്നന്ന് പഠിക്കുന്നത് അന്നന്ന് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ. അത് സാറ് പറയുന്നുണ്ടാവും കേട്ടോ. ഡ്യൂറേഷൻ ഞാൻ പറഞ്ഞു 2 month ആണ്. ആൻഡ് ഡ്യൂറേഷൻ 2 month ആണ്. ആൻഡ് മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾക്ക് ഡെയിലി ക്ലാസ്സുകൾ ഉണ്ടാവും. ഓക്കെ. അത് ഓരോ ചാപ്റ്റർ വൈസ് എന്ന് വെച്ചാൽ ബോറിംഗ് ഇല്ലാത്ത രീതിയിൽ. എവിടെ നമുക്ക് ബോറിംഗ് തോന്നുന്നു അപ്പൊ നമുക്ക് നിർത്താം. ഓക്കെ. ഈ ഗ്രാമർ പഠിക്കുമ്പോൾ നമുക്ക് കഥകളൊന്നും പറയാനില്ലല്ലോ, ഇതൊരു സബ്ജക്റ്റ് അല്ലല്ലോ. അപ്പൊ നമുക്ക് എപ്പോഴാണോ വല്ലാണ്ട് ബോറിംഗ് അല്ലെങ്കിൽ കൂടുതൽ ഒന്നിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ഒരു ഫ്രസ്ട്രേഷൻ തോന്നുന്നു വെച്ചാൽ അവിടെ വെച്ച് നമുക്ക് നിർത്താം. ഓക്കെ. ഇത് നമ്മുടെ ക്ലാസ് ആണ്. എങ്ങനെയാണോ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മളാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ ഇവിടെ ഒരു 2 month കോഴ്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് അങ്ങോട്ട് അതേപോലെ പറഞ്ഞുതരാം, നിങ്ങൾ അങ്ങോട്ട് പഠിച്ചോളുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ പിന്നെ എങ്ങനെയാന്ന് വെച്ചാൽ ആ ഫീസ് വാങ്ങി നിങ്ങൾ അങ്ങ് പോവാന്നുള്ളതാ. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. എത്ര കാലം നിങ്ങൾക്ക് ഈ ഒരു പ്രാക്ടീസിലൂടെ കടന്നു പോകേണ്ടതുണ്ടോ അത്രയും കാലം ഞാനും ഈ വിംബിൾ അക്കാഡമി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാവും. ഇത്രയാണ് ഇപ്പൊ ഈ ഒരു കോഴ്സിന് എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഐ മീൻ എന്താ പറയാ, ഒരു പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത് മാത്രമാണ്. അത് സിൻസിയർ ആയിട്ട് 101% ചെയ്യും എന്നുള്ളതാണ്. അത് ആ ഒരു കാര്യം മാത്രമാണ് എനിക്ക് നിങ്ങൾക്ക് ഇപ്പോ പറയാൻ പറ്റുന്നത്. ഇനി ക്ലാസ്സിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ടൈം എപ്പോഴായിരിക്കും? ലൈവ് സ്റ്റുഡൻസിന്റെ ഒരു അവൈലബിലിറ്റി, അവരുടെ ഒരു കൺവീനിയന്റ് ടൈം. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ ഒരു കഴിഞ്ഞു കഴിഞ്ഞാൽ സാർ ഇപ്പൊ ഒരു പോസ്റ്റർ ഇതാക്കുന്നുണ്ടാവും. അതില് നമ്മുടെ ടൈമും കാര്യങ്ങളും ഒക്കെ അതിൽ പറയുന്നുണ്ടാവും. ഓക്കെ. അത് സ്റ്റുഡൻസിന്റെ ഒരു കൺവീനിയന്റ് ടൈമാണ്. എപ്പോഴാണോ അവർക്ക് ഒരു കൺവീനിയന്റ് ടൈം. ഇപ്പൊ ജോലിക്ക് പോകുന്നവരുണ്ടാവാം. ഓക്കെ. അപ്പൊ അവരുടെ ഒരു കൺവീനിയന്റ് ടൈം. ഇതുപോലെ ഉച്ചയ്ക്ക് പ്രിഫർ ചെയ്യുന്നവരുണ്ടാവും, അവരുടെ ഒരു കൺവീനിയന്റ് ടൈം. അങ്ങനെയാണ്. ഓക്കെ. അത് നമ്മൾ അങ്ങനെ ചാർട്ട് ചെയ്തിട്ടില്ല ഇപ്പൊ തന്നെ. ഓക്കെ. പിന്നെ നമുക്ക് അറിയില്ല എന്നുള്ള ഒരു മുൻധാരണ വെച്ച് വരരുത്. ഓക്കെ. എനിക്ക് കഴിയും എന്ന് വിചാരിച്ചിട്ട് തന്നെ വരിക, എന്നെ കൊണ്ട് സാധിക്കും എന്ന് വിചാരിച്ചിട്ട് തന്നെ വരിക. നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാതെ നമ്മൾ വേറെ ആരും മോട്ടിവേറ്റ് ചെയ്ത് നീ ഇംഗ്ലീഷിൽ സംസാരിച്ച് നീ വളരെ ഫ്ലുവന്റ് ആയി നീ ഇന്നൊരു സ്ഥാനത്ത് എത്തണം എന്നൊക്കെ ബാക്കിയുള്ളവർ പറയുകയേ ചെയ്യും. നമുക്ക് നേടിയെടുക്കാൻ നമ്മൾ തന്നെ ചെയ്യണം. അല്ലെ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? യെസ്, എക്സാക്ട്ലി. സോ നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ് ഈ ഒരു ക്ലാസ് എന്ന്? എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നൊന്ന് പറഞ്ഞാൽ നമുക്കതും കൂടെ ഉൾപ്പെടുത്താൻ പറ്റും. എന്നൊക്കെ നിങ്ങൾക്ക് ചില ഐഡിയാസ് ഉണ്ടാവുമല്ലോ, ചിലർക്ക് ഇന്ന കാര്യങ്ങളും കൂടെ എന്നുള്ള ഒരു ഐഡിയാസ് ഉണ്ടാവുമല്ലോ, ഉണ്ടെങ്കിൽ പറയാം. എനിക്ക് എൻ്റെ കുട്ടീനായിട്ട് സംസാരിക്കാൻ പറ്റണം. പിന്നെ എനിക്ക് ജോലിക്ക് ഞാൻ നോക്കുന്നുണ്ട്, അവിടെ നോക്കണം. തീർച്ചയായിട്ടും പറ്റും മാം. എന്നുവെച്ചാൽ എല്ലാവരുടെയും ഒരു പർപ്പസ് എന്ന് വെച്ചാൽ നമ്മളൊരു ഫാമിലി ആയതിനു ശേഷം രണ്ടാമത് നമ്മളൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നതാണ് ഈ ഒരു ലാംഗ്വേജിലേക്കാണെങ്കിലും വേറെ എന്ത് പഠിക്കാനാണെങ്കിലും. ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ വിംബിൾ അക്കാഡമിയിൽ സൈക്കോളജി സ്റ്റുഡന്റ് ആണ്.
സോ നമുക്കത് പഠിച്ച് മതിയാവാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് ആ ഒരു ലൈഫിന്റെ ഒരു ഇത് കാരണം സാഹചര്യങ്ങൾ കാരണം നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് മതിയാവോളം നമുക്ക് പഠിക്കാം. അത് ഓൺലൈൻ ക്ലാസ്സുകൾ ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ വിംബിൾ അക്കാഡമി നമുക്ക് തരുമ്പോൾ എങ്ങനെയാ പഠിക്കാതിരിക്കുക അല്ലെ? അപ്പൊ അതിന്റെ ഒരു ക്യൂരിയോസിറ്റി, ആ ഒരു എന്തൂസിയാസം നമ്മൾ എപ്പോഴും നമ്മളെ മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളിതൊക്കെ പഠിച്ച് നമ്മളെ മക്കൾക്കും കൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ നമുക്കൊരു റെസ്പെക്ട്ഫുള്ളി നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ഒരു കോഴ്സിന് വേണ്ടതും അത് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ട്ബുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. നിങ്ങളുടേതായിട്ടുള്ള റെഫറൻസ് തീർച്ചയായിട്ടും ഉണ്ടാവണം എപ്പോഴും. അപ്പൊ അതാണ് വേണ്ടത്. അപ്പൊ ഒരാൾ പറഞ്ഞു അത് പഠിച്ചു, അത് പഠിപ്പിച്ചത് ഞാൻ പഠിച്ചു എന്നല്ലാതെ നിങ്ങളുടേതായിട്ടുള്ള ഒരു റെഫറൻസ് എപ്പോഴും വേണം. ഓക്കെ, അതായത് എന്തെങ്കിലും പുതിയതായിട്ട് ഒരു വെക്കാബുലറി നിങ്ങൾ കണ്ടോ, അല്ലെങ്കിൽ ഒരു പിന്നെ ഫ്രേസസ് എന്തെങ്കിലും കണ്ടോ. അപ്പോ ഇപ്പൊ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു എൻവയറമെന്റിലേക്ക് നമ്മൾ വരുന്നോട് കൂടി തന്നെ നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒന്നിലേക്ക് നമ്മൾ അറിയാത്ത പുതിയൊരു കാര്യത്തിലേക്കും കൂടെ നമ്മളിങ്ങനെ എന്താ പറയുക, ഒരു റെഫറൻസ് നമ്മളിങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഒരു കുട്ടിയുടെ ഒരു മനസ്സോട് കൂടിയിട്ട് തന്നെ നമ്മൾ എന്താ പറയാ, ഒരു നോട്ട് ബുക്ക് കയ്യിൽ വെക്കുക, നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ എഴുതി വെക്കുക, ഒരു റെഫറൻസ് ഉണ്ടാവുക, അത് പിന്നീട് വായിച്ചു നോക്കുക. അപ്പൊ ആ ഒരു തരത്തിലും കൂടെ നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുക. എപ്പോഴും ആ ഒരു എൻവയറമെന്റിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മൾ എന്താ എല്ലാവരും പറയുന്നത് കേൾക്കാം അല്ലെ? ഇംഗ്ലീഷ് ട്രെയിനേഴ്സ് ഒക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യുക. എങ്ങനെയാണ് ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യുക? എൻ്റെ അടുത്ത് ക്ലാസ്സിന് വരുന്നവർ ആദ്യം എപ്പോഴും ചോദിക്കാം, മാം എങ്ങനെയാണ് ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യുക എന്ന് ചോദിക്കും. അതെന്ത് മാജിക്കാണ്, എങ്ങനെ നമ്മൾ ഇത്രയും കാലം നമ്മൾ മലയാളത്തിൽ തിങ്ക് ചെയ്തിട്ട് എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യാന്ന് ചോദിക്കും. ഓക്കെ, അപ്പൊ അത് ഒരു പ്രോസസ്സാണ്. നമ്മൾ ഈ പറയുന്ന ഒരു എൻവയറമെന്റിൽ ഇരുന്ന് നമ്മൾ ആദ്യം ചെറിയ വാക്കുകൾ പറയാൻ പഠിക്കുന്നു, ഇംഗ്ലീഷിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു, സ്വിച്ച് ചെയ്യണം. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സെന്റൻസ് നമ്മൾ രാവിലെ എണീക്കുന്ന കാര്യങ്ങൾ പറയുന്നു, ഐ എം ഗോയിങ് ടു കുക്ക് എന്ന് പറയുന്നു അല്ലെ? അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ കുളിക്കാൻ പോണത് അല്ലെ, ഐ എം ഗോയിങ് ടു ബാത്ത് എന്ന് പറയുന്നു അല്ലെ? അങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനെ ആ രീതിക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് ഗ്രാജുവലി നമുക്കൊരു ഒരു ഓവറോൾ നമ്മളൊരു ചിന്തകൾ മാറാൻ തുടങ്ങും. അവിടെയാണ് നമ്മൾ എന്താണ് ഇംഗ്ലീഷിലേക്ക് ചിന്തിച്ചു തുടങ്ങുക എന്ന് പറയുന്നത്. അല്ലാണ്ട് പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ഓടി വന്ന് ഞാൻ ഇന്നോട്ട് ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യാൻ പോവാണ് പറഞ്ഞാൽ നടക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മള് ഈ രീതിയിൽ ഗ്രാജുവലി നമ്മൾ ഈ ഒരു പ്രോസസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ 2 months ആകുമ്പോഴേക്കും നിങ്ങൾ എന്നെക്കാട്ടിലും ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യാം. ഓക്കെ, അപ്പം ആ രീതിക്കാണ് നമ്മുടെ ഈ ക്ലാസ്സിനെ കാണേണ്ടത്. ആ രീതിക്ക് നിങ്ങൾ ഈ ഒരു കോഴ്സിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. കുറച്ച് സീരിയസ് ആയിട്ട് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഓവറോൾ ക്ലാസ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ഒരു കോഴ്സിനെ കുറിച്ചിട്ട് 2 month കോഴ്സാണ്, അതിൽ എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നും പറഞ്ഞു. പിന്നെ നമ്മൾ ഈ കുട്ടികളെ പോലെ ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷിനെ കുറിച്ചിട്ട് കുറെ വാചാലരാവേണ്ട കാര്യമില്ലല്ലോ. നമ്മളെല്ലാവരും അഡൽട്സ് ആണ് അല്ലെ? നമുക്കറിയാം ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്നുള്ളത് അറിയുന്നോണ്ടാണല്ലോ അപ്പൊ നമ്മൾ ഈ ഒരു കോഴ്സിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വരുന്നത്. അപ്പൊ എവിടേക്കാണ് നമുക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് തന്നെ അറിയാം. അപ്പൊ അതിനെ ഓവർകം ചെയ്യാം, ഇനി എന്ത് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ അതിനെ ഹെൽപ്പ് ചെയ്യാൻ ഇതുപോലത്തെ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാകുമ്പോൾ ഡെഫിനറ്റ്ലി അതിനെ യൂസ് ചെയ്യുക എന്നുള്ളതേ ഞാൻ പറയുള്ളൂ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നേരത്തെ ഒരു മാം ചോദിച്ച പോലെ നമുക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു നോളജിന്റെ ലാക്ക് ഓഫ് നോളജ് എന്നാണ് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ലാതാവുന്നത് അല്ലെ? അപ്പൊ ആ ഒരു നോളജ് ബിൽഡ് ചെയ്യുക, എന്നിട്ട് എന്താ പറയാ, നമ്മൾ നമ്മളെ തന്നെ കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയിടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കുറെ ആൾക്കാരുടെ ഇടയിൽ, ഇത് സംസാരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ, പറയുന്ന ആൾക്കാരുടെ ഇടയിൽ നമ്മളങ്ങ് സ്റ്റക്ക് ആവും. ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് അറിയുന്നത് വായിന്ന് വരും. ആ രീതിക്ക് ഈ ഒരു ലാംഗ്വേജ് പഠിക്കാൻ അതും ഒരു നല്ല മാർഗമാണ്. ഓക്കെ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഇടയിൽ ഇരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞേ പറ്റൂ, നമ്മൾ സംസാരിച്ചേ പറ്റൂ. അപ്പൊ നമ്മൾ സംസാരിച്ചു കൊടുക്കും. ഓക്കെ, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നമുക്ക് ഇപ്പൊ കുറച്ച് അറിയാം എന്നുണ്ടെങ്കിൽ
നമുക്ക് പിന്നെ ഈ ഒരു കാര്യത്തില് അതെങ്ങനെയാ മനസ്സിലാവും? നമുക്കിപ്പോ കുറച്ച് കാര്യങ്ങൾ അറിയാം, എഴുതാനോ അല്ലെങ്കിൽ അത് പറയാൻ തന്നെ കുറച്ച് അറിയാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലാസ്സിൽ വരുമ്പോൾ എന്താണ് അതിന്റെ ഒരു ഇത് നമുക്ക് ബുദ്ധിമുട്ടാവോ അതോ അങ്ങനെയുള്ള കുറച്ച് പേരുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അങ്ങനെയല്ല, നന്നായിട്ടൊന്നല്ല, വളരെ വലിയ എന്താ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഉള്ള ഒരു ലെവൽ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അഡ്വാൻസ് ലെവൽ ആണെങ്കിൽ നമ്മൾ ഈ ക്ലാസ്സിൽ ചിലപ്പോൾ ഗ്രാമറിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ ക്ലാസ് അപ്പൊ പ്രയോജനമുള്ളതാണോ അങ്ങനെയുള്ളവർക്കും? അതായത് ഒരു ഇന്റർമീഡിയറ്റ് ലെവൽ, അതായത് ഒരു അഡ്വാൻസ്ഡ് ലെവലിൽ എത്തിയവർക്ക് ഗ്രാമർ പഠിക്കാനാണെന്നുണ്ടെങ്കിൽ അത് ഇപ്പൊ മാഡത്തിനോട് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ റെഫറൻസിന് വരുമ്പോൾ ഞാൻ അവരോട് പറയുന്നത് നിങ്ങൾ ഇരുന്ന് നോക്കൂ. ഓക്കെ, കാരണം ഒരു ഗവൺമെന്റ് സ്കൂളിലാണോ പഠിച്ചത് അല്ലെങ്കിൽ നമ്മളൊരു ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ, ഈവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണെന്നുണ്ടെങ്കിലും ഞാൻ പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. നമ്മൾ ഇപ്പൊ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ IELTS പോലുള്ള എക്സാമുകൾ എഴുതാൻ നമ്മുടെ കുട്ടികൾ പോകുമ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞ് സെക്കൻഡ് അറ്റംപ്റ്റും കഴിഞ്ഞ് തേർഡ് അറ്റംപ്റ്റും കഴിഞ്ഞ് കിട്ടാത്ത കുട്ടികളാണ് ഇപ്പോഴും ഉള്ളത്. എന്നിട്ട് നമ്മൾ ആ ഒരു മോഹം, പുറത്തു പോയി പഠിക്കുക എന്നുള്ള മോഹം അവിടെ കളഞ്ഞ് ഇവിടെ ഏതെങ്കിലും ഒരു കോഴ്സുകൾ അല്ലെങ്കിൽ ബാംഗ്ലൂർ പോലുള്ള എവിടെയെങ്കിലുമൊക്കെ ഒരു കോഴ്സുകൾ എടുത്ത് കുട്ടികൾ ഇരിക്കുന്നതായിട്ടാണ് ഇതുവരെ കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഗ്രാമറിന്റെ കാര്യത്തില് എല്ലാവരും കുറച്ച് ഒന്നാമത് അങ്ങനെ നമുക്ക് ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട്, എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അപ്പൊ ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടില്ലാത്തത് സോറി അതെ അതെ അതെന്നാ പറഞ്ഞു. അതെ, അപ്പം അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഗ്രാമർ പോർഷൻസിലേക്ക് നമ്മൾ വരുമ്പോഴാണ് പലരും കോഴ്സ് കഴിഞ്ഞ് പോകുമ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ ഉപയോഗിക്കുക, അതിന്റെ യൂസേജസ് ഇങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ എന്ന് പറയുന്നതാണ് ഞാൻ അധികവും കേട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോ അറിയാം, കേട്ടിട്ടുണ്ട്. പിന്നെ അതിന്റെ എക്സെപ്ഷൻസും കാര്യങ്ങളും ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അപ്പൊ അതെന്താണ്, റോങ് ആയിട്ടായിരിക്കും അത് അവർ റീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അവിടെയാണ് സംസാരിക്കുമ്പോൾ മിസ്റ്റേക്സ് വരുന്നത്, പ്രാക്ടീസിന്റെ കുറവുകൊണ്ടായിരിക്കാം. അപ്പം ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇങ്ങനെയാണ് മാം. അപ്പം ഇനി ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിപ്പോ ബേസിക് ആയിട്ടുള്ളവർക്ക്, അതായത് വളരെ ബേസിക് ആയിട്ട് തുടങ്ങുന്ന ആൾക്കാർക്കും എനിക്ക് ഇനി ഗ്രാമർ പോർഷൻസും കൂടെ ഒന്നും കൂടെ ക്ലിയർ ആക്കിയതിന്, എനിക്ക് അറിയാം എന്നാലും ഒന്നും കൂടെ ക്ലിയർ ആക്കിയതിന് ശേഷം എനിക്കൊരു ഫ്ലുവൻസിക്ക് വേണ്ടിയിട്ട് എന്ന് പറയുന്നവർക്കും ഈ ഒരു കോഴ്സ് എന്താ പറയാ വളരെ ഉപകാരപ്പെടും. ഓക്കെ, അതിനുശേഷം നമുക്കൊരു ഇന്റർമീഡിയറ്റ് കോഴ്സ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ലാംഗ്വേജിലേക്ക് ഉൾപ്പെടുത്തണമല്ലോ. അപ്പൊ അതിന് നമ്മളൊരു ഇന്റർമീഡിയറ്റ് കോഴ്സ് നമ്മൾ ഇതിന് ശേഷം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോ നമ്മള് 2 month തീരെ അറിയാത്തവർക്ക് 2 month ഈ ഗ്രാമർ പോർഷൻസ് ഒരുപാടുണ്ടല്ലോ. അപ്പൊ മാമിനോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആർട്ടിക്കിൾ, പ്രപ്പോസിഷൻസ്, ഈ 12 ടെൻസസ് തന്നെ നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് പോവാൻ തന്നെ, അതും വളരെ ഹറിബറി അല്ലാതെ കുറച്ച് ഒരു മനസമാധാനത്തോടു കൂടി അല്ലെ, ആ രീതിക്ക്. അപ്പൊ ഒരു 2 month നമുക്ക് ഇനഫ് ആണ്. ഓക്കെ, അതിലും കടന്നു പോയാലേ ഉള്ളൂ. അപ്പൊ നമുക്കൊരു 2 month, പിന്നെ 1 year അല്ലേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഒരു 2 month ഈ ഒരു ഗ്രാമർ പോർഷൻസ് തന്നെ കവർ ചെയ്യാൻ നമുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം നമ്മള് ഇന്റർമീഡിയറ്റ് കോഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ നമ്മൾ ടോപ്പിക്സ്, കോൺവെർസേഷൻ പോലുള്ള കുറച്ചും കൂടി ഹൈലി കാര്യങ്ങളാണ് നമ്മൾ അവിടെ ചർച്ച ചെയ്യപ്പെടുക. അപ്പം ഇത് നമുക്ക് ഒരു ക്ലാസ് തുടങ്ങി എങ്ങനെയാണോ ഒരു സ്റ്റുഡൻസിന്റെ ഒരു ലെവൽ ഉള്ളത് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് വേഗം വേഗം കൊണ്ടുപോവുകയും ചെയ്യാം. ഓക്കെ, വളരെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരാണെങ്കിൽ കുറച്ച് നമുക്ക് ടൈം എടുക്കും. അല്ല, കുറച്ച് അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ കവർ ചെയ്ത് പോയിട്ട് നമുക്ക് ഈ ഒരു കോഴ്സിന്റെ എൻഡിൽ തന്നെ നമുക്ക് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അവിടെയും വെക്കാവുന്നതാണ്. മാമിന് ക്ലിയർ ആയി തോന്നുന്നു? ക്ലിയർ ആയി മാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മൾ ഇതിനകത്ത് ഇപ്പൊ അറിയാവുന്നവര്, ഇപ്പൊ കുറച്ചു പേര് അറിയാവുന്നവരുണ്ട്. അപ്പൊ ഈ തീരെ അറിയാത്തവര് നമ്മളോടൊപ്പം കയറി വരാൻ പറ്റാണ്ട് വന്ന അവര് ഡ്രോപ്പ് ഔട്ട് ചെയ്യത്തില്ലേ? അതാ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല? അതാ മാം ഞാൻ നേരത്തെ പറഞ്ഞത്, അങ്ങനെയുള്ളവർക്ക് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ നമുക്ക് ഈ കോഴ്സിലൂടെ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അവർക്ക് പേഴ്സണൽ മെസ്സേജസ് ചെയ്യാം. അപ്പൊ നമ്മൾക്ക് ഒരു ആക്ടിവിറ്റീസും കാര്യങ്ങളും കോമൺ ആയിട്ട് നമ്മൾ ഇവിടെ ചാർട്ട് ചെയ്ത് വെച്ച ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കും. ഇപ്പൊ തീരെ അറിയാത്തവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ലെവലിനനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ വേറെ അവർക്ക് കൊടുക്കും. അങ്ങനെ അവരെയും കൂടെ ഈ ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ
എന്താ പറയാ കൈപിടിച്ച് കൊണ്ടുവരിക. അവരുടെ എല്ലാവരും ഒരേ ലെവലിൽ ബേസിക് ഗ്രാമർ ഫൗണ്ടേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്ലാസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ ഇപ്പൊ ഓക്കെ മാമിന് മനസ്സിലായി. ഒരു ഫാമിലി ആകുമ്പോ അതെ അതെ മനസ്സിലായി. ഒരു ഫാമിലി ആകുമ്പോ അവരെയും നമ്മൾ ചേർത്ത് നിർത്തണമെന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ അത് തീർച്ചയായിട്ടും അത് ഞാൻ സ്റ്റാർട്ടിങ്ങിലെ ഓക്കെ. പറഞ്ഞു, മാം കേട്ടോന്ന് എനിക്ക് ആ അറിയില്ല. ആ അതെ അതെ ആ അതെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു സ്പെഷ്യൽ കെയറിങ്, ഒരു സ്പെഷ്യൽ ആക്കി അത് നമ്മൾ എല്ലാവർക്കും ചെയ്യാം. എനിക്ക് മാത്രമല്ല, ഒരു ഇതില് ഒരാള് വന്നു അല്ലെ, അപ്പൊ അവർക്ക് തന്നെ തുറന്നു പറയാം, ഞാൻ നിങ്ങളെ പോലെയൊന്നും അല്ല, ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള ഒരാളാണ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യില്ലേ? ഉം. നമുക്ക് അറിയുന്നത് അവർക്ക് അല്ല നമ്മൾ പറഞ്ഞു കൊടുക്കും അല്ലെ? എനിക്ക് ചില ആൾക്കാരെ അറിയാം. അവര് ഷെയിം ആയതുകൊണ്ട് അവർ അങ്ങനെ പബ്ലിക്കിന്റെ മുമ്പിൽ പറയാറില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്ലാസിന്റെ മുമ്പിൽ അവര് പറയാൻ ശ്രമിക്കാറില്ല. എനിക്ക് അങ്ങനെ ഒരുപാട് പേരെ അറിയാന്നുള്ളതുകൊണ്ട് ഞാൻ പറയാണ് വേണ്ടത്. ഇപ്പൊ നമുക്കായിരുന്നാലും നമുക്ക് സ്പീഡ് പോണോന്നേ വിചാരിക്കത്തുള്ളൂ. പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള ആ ഒരു ഇൻസ്പിറേഷനും ഒക്കെ നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് പോണോന്ന് വിചാരിക്കും. പക്ഷെ ചില ആൾക്കാരുണ്ട്, അവർക്ക് പെട്ടെന്ന് കയറി വരാൻ പറ്റില്ല. ഗ്രാമറൊക്കെ ആവുമ്പോ അവര് കുറച്ച് ചിന്തിച്ച് അങ്ങനെയുള്ള കുറച്ച് പേര്. അപ്പൊ അത് ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വരില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ മാം പറഞ്ഞപ്പോ എനിക്ക് ക്ലിയർ ആയി കേട്ടോ, ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ അവർക്കിപ്പോ ഈ ഗ്രൂപ്പിൽ ശരി. പറയാൻ മടിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ഒരു വർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുമ്പോഴോ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാവില്ലേ ടീച്ചർ എന്നുള്ള രീതിയിൽ. അപ്പൊ നമുക്ക് അവരോട് പേഴ്സണൽ മെസ്സേജസ് ചെയ്യാം അല്ലെ? ഇപ്പൊ നമുക്ക് ഒരു ഇതൊക്കെ ഒരാളുടെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടാൽ തന്നെ അതിപ്പോ നമുക്കൊരു എന്താ പറയാ നമ്മുടെ ക്ലാസ് നോട്ട്സ് എഴുതി സെൻഡ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? ആസ് എ ടീച്ചർ എന്നുള്ള രീതിയിൽ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അവരെങ്ങനെ അത് പ്രൊനൗൺസ് ചെയ്യണു, എങ്ങനെ നമ്മൾ കൊടുക്കുന്ന വർക്കുകൾ അവർ ചെയ്യുന്നു അല്ലെ? ഇപ്പൊ അങ്ങനെ തീരെ സംസാരിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ പറയുന്നത്, അപ്പൊ അവർക്ക് എങ്ങനെ പറയാന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അവരെ. ഓക്കെ, അപ്പൊ അവർക്കിപ്പോ നമ്മളൊരു വർക്ക്, ഒരു പ്രാക്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരുടെയും കൂട്ടത്തിൽ അവരുടെ ഒരു പ്രൊനൗൺസിയേഷൻ, അവർ യൂസ് ചെയ്യുന്ന വൊക്കാബുലറി, ഇതൊക്കെ എങ്ങനെയാന്നുള്ളത് നമുക്ക് മനസ്സിലാവുമ്പോൾ അവർ ഏതൊരു ലെവലിലാണെന്ന് നമുക്ക് മനസ്സിലാവും. അവർക്ക് നമുക്കൊരു പേഴ്സണൽ മെസ്സേജ് അയക്കാനും അവരുമായിട്ട് കൂടുതൽ നമുക്ക് എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാനും റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും അവരെ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കാനും നമുക്ക് സാധിക്കും. ഇതാണ് ആക്ച്വലി ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് എല്ലാവർക്കും, എല്ലാ ലെവലിലുള്ളവർക്കും ഒരേപോലെ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, മാം ക്ലിയർ ആയെന്ന് തോന്നുന്നു. ക്ലിയർ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഓൾമോസ്റ്റ് ഒരു 3 o'clock അടുത്താവണം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഞാൻ മെയിൻലി ഉദ്ദേശിച്ചത് നമ്മൾ ക്ലാസ്സിലേക്ക് പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളൊരു എന്താ പറയാ ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ നേരത്തെ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇത്രയും കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമുക്കുള്ളത്. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇനി കൂടുതൽ ആർക്കും ഒന്നും പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? ആ ഗ്രൂപ്പ് എങ്ങനെയാ നമുക്ക് കിട്ടുന്നത്? എങ്ങനെ ഗ്രൂപ്പിൽ എങ്ങനെയാ ജോയിൻ ചെയ്യുന്നത്? ഇത് സാറിന്റെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോളൂ. സാറാണ് അത്, അല്ലെങ്കിൽ നമുക്ക് എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. കാരണം ഞാനും അതിന്റെ അഡ്മിൻ ആണ്. ഗ്രൂപ്പിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് ലെറ്റ്സ് കോൺകർ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പാണ് കേട്ടോ. അതിൽ ഓൾമോസ്റ്റ് ഒരു 80 മെമ്പേഴ്സ് ഇപ്പൊ ഓൾറെഡി ഉണ്ട്. അതിൽ നമ്മൾ ഓരോ ദിവസവും ഓരോ ടിപ്സ് ആയിരിക്കും ചിലപ്പോൾ കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഓരോ ടോപ്പിക്കുകൾ ഇട്ടിട്ട് ഓരോരുത്തരും അതിൽ ആ ഒരു ടോപ്പിക്കിൽ അവരുടെ എക്സ്പീരിയൻസ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതോട് കൂടിയിട്ട് എന്താണ് നമുക്ക് ഓരോ ആൾക്കാരുടെ അടുത്തുനിന്നും നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ കിട്ടും അല്ലെ? ഓരോ ഫ്രേസസ്, ഒരു കണക്റ്റീവ് വേർഡ്സ് എങ്ങനെ ബാക്കിയുള്ളവർ ഉപയോഗിക്കുന്നു അല്ലെ? അപ്പം എങ്ങനെയാണ് ഒന്നൊന്ന് ലിങ്കിങ് വേർഡ്സ് എങ്ങനെ യൂസ് ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് ഒരു പ്രാക്ടീസ് ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. അതാണ്. അപ്പൊ ഒരു 80 പേരിൽ 5 പേര് സംസാരിച്ചാലും 5 പേരുടെയെങ്കിലും നമുക്ക് അതിന് എടുക്കാനായിട്ടുണ്ടാവും. ആ രീതിക്ക് നമ്മൾ ഈ ഒരു ക്ലാസ്സിനെയും ആ ഗ്രൂപ്പിനെയും ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ലാംഗ്വേജിനെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഓക്കെ, എന്നാ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? ഇനി ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ പറയാം. സന്ധ്യ മാം, എത്രയാണ് ഫീസ് എന്നൊന്ന് പറയാമോ? സാറ് പറയുന്നുണ്ടാവും കേട്ടോ ഫീസിന്റെ കാര്യം. ഓക്കെ. ഈ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം സാർ ഒരു പോസ്റ്റർ ഉണ്ടാക്കുന്നുണ്ടാവും. അതിലുണ്ടാവും കൃത്യമായിട്ട് നമ്മുടെ ഫീസ് കേട്ടോ. ഓക്കെ, താങ്ക് യു. എന്നാ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? ഓക്കെ.
താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു. Thank you so much. Okay.